ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ലോലിപോപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്റ്റാർട്ടർ അല്ലേ ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് സ്കിന്നോട് കൂടി തന്നെയാണ് സാധാരണ ലോലിപോപ്പ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഈ സ്കിന്നൊന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വിങ്സിൻ്റെ സ്കിന്നൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോന്നിനെയും അതിൻ്റെ എല്ലിൽ നിന്ന് ആ മീറ്റ് ഒന്ന് മാറ്റിയെടുത്തിട്ട് ഒരു ലോലിപോപ്പിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് തീരെ ചെറിയ വിങ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരെണ്ണത്തിൽ നിന്ന് ഞാൻ ഒറ്റ ലോലിപോപ്പാണ് റെഡിയാക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിങ്സ് വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മധ്യത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് രണ്ടാക്കി എടുത്തിട്ട് ഒരെണ്ണത്തിൽ നിന്ന് 2 ലോലിപോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് തീരെ കുഞ്ഞാണ്, ഇതിനകത്ത് മീറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാതെ ഒറ്റ ലോലിപോപ്പ് ആക്കിയിട്ട് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലഷ് ഒന്ന് മാറ്റിയെടുക്കണം അവിടെ നിന്ന്. അതിന് വേണ്ടിയിട്ട് ഇതേ കണ്ടോ, അതുപോലെ ഒരു റൗണ്ട് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലഷ് അവിടെ നിന്ന് അങ്ങ് വിട്ടുപോരും. അപ്പോൾ നമുക്ക് നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് പുറകിലേക്ക് മാറ്റി അതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരു കുഞ്ഞു ബോണുണ്ട്, അതിനെ ഞാൻ എടുത്ത് മാറ്റുവാണ്. ഇനി അതിൽ കംപ്ലീറ്റ് മീറ്റും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന ബോണും കൂടി നമ്മളങ്ങ് പൊട്ടിച്ച് മാറ്റും. ഇത് ചെറിയ വിങ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ബുദ്ധിമുട്ട്. അല്ല വലിയ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മധ്യത്ത് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് രണ്ടാക്കിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല, വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് കട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടുത്തെ മീറ്റ് എല്ലാം മാറ്റി ഒരറ്റത്തേക്ക് കൊണ്ടുവന്ന് ഒരു ബോൾ പോലെ ആക്കി നമ്മുടെ ലോലിപോപ്പിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു ലോലിപോപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ വിങ്സിനെയും ഇതുപോലെ ആക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം അതിൻ്റെ മീറ്റെല്ലാം ഇളകിയിട്ട് നമ്മൾ അങ്ങനെ ആക്കി വെച്ചേക്കുവാണല്ലോ അതിനെ. അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ച് മെല്ലെ വേണം മിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഇപ്പോൾ എല്ലായിടത്തും നാരങ്ങാനീരും ഉപ്പുമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വരെ 15 to അരമണിക്കൂർ വരെ നമുക്കതിനെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. കാരണം അതിൻ്റെ എല്ലാ ഉപ്പും പുളിപ്പും ഒക്കെ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഒരു ബാറ്ററിലേക്ക് മുക്കി പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പിൽ താഴെ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്.
അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൽ നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഈ പൗഡർ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായി പോവും. നമുക്ക് കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ വിങ്സും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഈ ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒന്ന് സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം ചിക്കൻ ഇടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളിലേക്ക് നല്ല കട്ടിക്ക് ഫ്ലഷ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിരിക്കുമല്ലേ, അപ്പോൾ കട്ടിയുള്ളത് കൊണ്ട് ഉള്ളിലേക്ക് വേകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ തീയിലിട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പുറമേ ഉള്ള ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ലോലിപോപ്പ് ഓരോന്നായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ചിക്കനെ ഒരു സോസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഇതിൽ നിന്ന് തന്നെ ഈ ഫ്രൈ ചെയ്യുന്ന ഓയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയായിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞത്. അത് നല്ല തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരമുറി സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിൻ്റെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ഉപ്പ് അത്ര മതി, കാരണം നമ്മുടെ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 1 പിഞ്ച് ഉപ്പ് മതി. അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഒരു സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സോസ് കട്ടിയായി പോവും. അപ്പം 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഹണിയാണ്. 1 ടീസ്പൂൺ ഹണിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തീയിൽ കിടക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ചിക്കനും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും സോസ് ആവത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കണം ഇത്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.